കേരളത്തിലെ ചെറിയൊരു ഗ്രാമം. അവിടെ ഒരൊറ്റമുറി വീട്ടിലാണ് സുബൈർ, ഭാര്യ ആയിഷ, മകൻ റിയാസ് താമസിച്ചിരുന്നത്. ചെറിയ ഫർണിച്ചർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന സുബൈറിന്റെ ശമ്പളം കുടുംബത്തിന്റെ ചിലവിന് പോരാതെ വരികയായിരുന്നു. മകന്റെ പഠനവും വീട്ടുചെലവും മുന്നിൽ കണ്ട് അവർ പലപ്പോഴും ആരും കേൾക്കാത്ത വിധം രാത്രി സംസാരിക്കാറുണ്ടായിരുന്നു. "ഞാൻ പോയാൽ ശരിയാകുമോ?" ആയിഷ ചോദിച്ചു, അവളുടെ കണ്ണുകളിൽ ഭയവും കൂടെ പ്രതീക്ഷയും. "മകനൊരു നല്ല ഭാവി വേണമെങ്കിൽ പോകാം," സുബൈർ മനസ്സിലെ വേദന മറച്ചുകൊണ്ട് പറഞ്ഞു. അടുത്ത മാസം വിസയെത്തി. അയൽവാസികളും കുടുംബക്കാരും പറഞ്ഞു, "ഇത് നല്ല തീരുമാനമാണ്, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ശരിയാകും." റിയാസ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. "ഞാൻ വേഗം വരാം മോനെ," ആയിഷ അവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതുവരെ അവൾ കണ്ണീർ തുടച്ചുകൊണ്ടിരുന്നു. സുബൈർ കൈ പിടിച്ച് ഒട്ടും വിടാൻ മനസ്സില്ലാതെ നിന്നു. "ശ്രദ്ധിക്കണം, ഞങ്ങൾ കാത്തിരിക്കും." വിമാനം പറന്നുയർന്നപ്പോൾ ആയിഷക്ക് തോന്നിയത് ജീവിതം രണ്ടായി പിരിഞ്ഞു പോയെന്നായിരുന്നു. ദുബായിലെ ഒരു വലിയ കമ്പനിയുടെ റിസപ്ഷനിസ്റ്റായി ജോലി തുടങ്ങി. അതൊരു പുതിയ ലോകമായിരുന്നു. 24 മണിക്കൂറും ഉണർന്നിരിക്കുന്ന ഒരു നഗരം. നാട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ആഗ്രഹം അവളെ മുന്നോട്ട് നയിച്ചു. ശമ്പളം നന്നായിരുന്നു. ആദ്യ മാസത്തിൽ തന്നെ വീട്ടിലേക്ക് വലിയ തുക അയച്ചു. സുബൈറും മകനും സന്തോഷിച്ചു. പക്ഷേ ഒറ്റപ്പെടലും കൂട്ടുകാരുമില്ലാത്ത രാത്രികളും മനസ്സിന്റെ ശൂന്യതയും അവളെ അലട്ടിത്തുടങ്ങി. അല്പം മലയാളം അറിയുന്ന ഒരു അറബ് സഹപ്രവർത്തകൻ നജീബ്, നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യൻ. അയാൾ പലപ്പോഴും അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. അത് ആയിഷയുടെ മനസ്സിന് ചെറിയൊരു ആശ്വാസം നൽകി. വീട്ടിലേക്കുള്ള വീഡിയോ കോൾ കുറയുന്നു. ജോലി വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നൊരു മറുപടി സുബൈർ വിശ്വസിക്കുന്നു. ദുബായിലെ ചൂടേറിയ കാറ്റും തിരക്കേറിയ ട്രാഫിക്കിന്റെയും ഇടയിൽ ജീവിതം മുന്നോട്ടു പോയി. ജോലിയുടെ തലവേദനകൾക്കിടയിൽ നജീബ് ആയിഷയോട് കാണിക്കുന്ന പരിഗണന പലപ്പോഴും അവളുടെ മനസ്സിന് താങ്ങായി നിന്നു. ഒരു വൈകുന്നേരം ഓഫീസ് പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുമ്പോൾ നജീബ് ആയിഷയോട് പറഞ്ഞു, "നിങ്ങൾ ഈ നഗരത്തിൽ ഒറ്റക്കാണ്, ആരെങ്കിലും സുഹൃത്തായിട്ട് വേണ്ടേ?" ആ വാക്കുകൾ ആയിഷയുടെ ഹൃദയത്തിൽ തൊട്ടു. നാട്ടിലുള്ള തന്റെ ഭർത്താവിനോട് എല്ലാം പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും ദൂരത്തിന്റെ ഭാരം അവളെ തളർത്തിയിരുന്നു. ഒരു ദിവസം നജീബ് അവളോട് പറഞ്ഞു, "നാളെ എന്റെ മുതിർന്ന സഹോദരന്റെ വീട്ടിൽ ഒരു കൂട്ടായ്മയുണ്ട്, നീ വരുവോ?" ആയിഷ അവളുടെ മനസ്സിൽ ഒരു ചോദ്യം ചോദിച്ചു. "ഞാൻ പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ?" പക്ഷേ ഒറ്റപ്പെടലിന്റെ വേദന അവിടെ വിജയിച്ചു. "ശരി, ഞാൻ വരാം," അവൾ മറുപടി നൽകി. ഒരു വലിയ കൊട്ടാരം പോലെയുള്ള വീട്, സ്ത്രീകൾ, കുട്ടികൾ, കുടുംബ സമ്മേളനം. ആയിഷയെ ആരും അനാവശ്യമായി നോക്കിയില്ല. "നിന്നെ ഇവിടെ എല്ലാവരും സ്വീകരിക്കും," നജീബ് മൃദുവായി പറഞ്ഞു. ആയിഷയുടെ മനസ്സിൽ "എനിക്കിവിടെ ഒരു സ്ഥാനമുണ്ട്" എന്നൊരു വികാരം ഉയർന്നു. ആ രാത്രിക്കു ശേഷം വീഡിയോ കോൾ കുറയുകയും ചാറ്റ് മറുപടികൾ വൈകുകയും ചെയ്തു. "നീ ഭക്ഷണം കഴിച്ചോ?" "ഇല്ല, തിരക്കിലാണ്." സുബൈർ കരുതുന്നു ജോലിയുള്ളവർക്ക് ഇങ്ങനെ ആയിരിക്കും എന്ന്. സുബൈർ പണം ലഭിക്കുന്നതിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഭാര്യയുമായിട്ടുള്ള ഈ അകൽച്ച അവനെ വിഷമിപ്പിക്കുന്നു. റിയാസ് ഉമ്മയെ വിളിച്ച് വിളിച്ച് ഉറങ്ങാതെ കരയുന്ന രാത്രികൾ കൂടി. "ഉമ്മ ബിസിയാണ് കുഞ്ഞേ," സുബൈർ ആശ്വസിപ്പിച്ചെങ്കിലും കാര്യമുണ്ടായിരുന്നില്ല. ഇതേ സമയം ദുബായിൽ നജീബിനോടുള്ള സൗഹൃദം കൂടുതൽ വ്യക്തിപരമാകുന്നു. ഒരിക്കൽ കോഫി ഷോപ്പിൽ ഇരിക്കുമ്പോൾ നജീബ് അവളുടെ കൈ പിടിച്ചു. "എനിക്ക് നിന്നെ ഇഷ്ടമാണ്." ആയിഷ നിശബ്ദമായി. ഭർത്താവിന്റെയും മകന്റെയും ഓർമ്മ മിന്നി വന്നെങ്കിലും ആ നിമിഷം ഉണ്ടായിരുന്ന സ്നേഹത്തിന്റെ മായം, ഒറ്റപ്പെടലിന്റെ ഭാരം അവളുടെ മനസ്സിനെ കീഴടക്കി. ആ രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഫോൺ റിംഗ് ചെയ്തു. സുബൈർ അവൾ എടുക്കാതെ വെച്ചു. "നാളെ സംസാരിക്കാം." ആയിഷയുടെ ജീവിതം അവൾ തന്നെ തിരിച്ചറിയാതെ ഒരു വെറുപ്പുള്ള വഴിയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ആയിഷയുടെ ജീവിതത്തിലെ മാറ്റം ആരംഭിച്ചു. ജോലിക്കുള്ള ആഗ്രഹം കുടുംബത്തിന്റെ ഭാവിക്കായി ചെയ്ത തീരുമാനമായിരുന്നു ആദ്യം. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ജോലി, ശമ്പളം, ഉത്തരവാദിത്തം എന്നതിലുപരി മറ്റൊരു കാര്യം അവളുടെ ലോകമായി തുടങ്ങി. നജീബ്. ഓഫീസിലെ ചെറിയ ഇടവേളകളിലും അവളുടെ കണ്ണുകൾ അവനെ തേടി. ഒരിക്കൽ രാത്രി ജോലി കഴിഞ്ഞ് അവർ മറീന ബീച്ചിലൂടെ നടക്കുമ്പോൾ നജീബ് അവളോട് ചോദിച്ചു, "നിന്റെ കുടുംബം, അവരെ നിനക്കിനി വേണോ?" ആയിഷ ഒന്നും മിണ്ടാതെ നിന്നു. "നിനക്ക് അവരുടെ കുറവ് തോന്നുന്നുണ്ടോ?" വീണ്ടും നജീബ് ചോദിച്ചു. "തോന്നുന്നുണ്ട്, പക്ഷേ ഞാൻ വളരെ ഒറ്റപ്പെട്ടിട്ടാണ് ഇവിടെ. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും," നജീബ് പറഞ്ഞു. അതോടെ ആ ബന്ധം കൂടുതൽ ആഴത്തിലായി. ജോലിയെക്കുറിച്ചുള്ള താല്പര്യവും ലക്ഷ്യങ്ങളും മാറി. ഓഫീസിലും അവരുടെ ഈ ബന്ധത്തെക്കുറിച്ച് സ്റ്റാഫുകൾ പിറുപിറുത്തു. പക്ഷേ ആരും നേരിട്ട് ചോദിച്ചില്ല.
എന്നിരുന്നാലും രാത്രികാലങ്ങളിൽ ചിലപ്പോൾ ആയിഷയുടെ മനസാക്ഷി അവളോട് ചോദിക്കും, സുബൈറും റിയാസും നാട്ടിൽ നിനക്കായി കാത്തിരിക്കുന്നുണ്ട്, നീ എന്താണ് ഈ ചെയ്യുന്നത്? പക്ഷെ ആ ചിന്ത നജീബിന്റെ സൗമ്യതയും വാക്കുകളും മറികടക്കും. ഇതേ സമയം കേരളത്തിൽ റിയാസ് ഉമ്മയോട് സംസാരിക്കാൻ വാശി പിടിച്ചു. ഉമ്മ ബിസിയാണ് മോനെ എന്നു പറഞ്ഞ് സുബൈർ ആശ്വസിപ്പിക്കും. സുബൈർ തന്റെ എല്ലാ സംശയങ്ങളും മനസ്സിൽ അടച്ചുവെച്ചു. കുറച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും, അവൾ വരും. ചുറ്റുമുള്ളവർ സൂക്ഷ്മമായി ചോദിക്കാൻ തുടങ്ങി, ഫോൺ വിളിക്കാറില്ലേ? മുന്നത്തുപോലെ ഒന്നും സംസാരിക്കാറില്ലേ? സുബൈർ ചിരി മാത്രം. ജോലി തിരക്കല്ലേ, അതുകൊണ്ടായിരിക്കും. പക്ഷേ ചില രാത്രികളിൽ അയാൾ നിശബ്ദമായി കരഞ്ഞു. അതൊരു സംശയത്തിന്റെ കണ്ണീർ ആയിരുന്നില്ല, ഒരാളുടെ അഭാവത്തിന്റെ വേദന. അവിടെ ദുബായിൽ നജീബിനൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും ആയിഷയെ അകറ്റിക്കൊണ്ടിരിക്കുന്നു. മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾ തന്നെ ചോദിച്ചു, ഞാൻ എന്താണ് ഈ ചെയ്തു കൂട്ടുന്നത്? പക്ഷേ അതിനു മറുപടിയില്ല. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ആയിഷ വീഡിയോ കോളുകൾ മെല്ലെ നിർത്തി. ഒരു രാത്രി വളരെയധികം ആശങ്കയോടെ സുബൈർ വിളിച്ചു, നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബുദ്ധിമുട്ടിലാണ്, റെസ്റ്റ് വേണം. ശരി, നീ ശ്രദ്ധിക്ക് എന്നൊഴികെ അവനൊന്നും പറയാനായില്ല. ഈ സമയം ദുബായിൽ ഒരു റെസ്റ്റോറന്റിൽ നജീബിന്റെ സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആയിഷ. നജീബ് പ്രഖ്യാപിച്ചു, എനിക്കിവളെ വളരെ ഇഷ്ടമാണ്. ആയിഷക്ക് ചമ്മൽ തോന്നി. അവൾ പുഞ്ചിരിച്ചു. പക്ഷേ അതേ സമയം ഒരു സ്ത്രീയുടെ കണ്ണുകൾ അവളിൽ പതിഞ്ഞിരുന്നു. നജീബിന്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു കുട്ടി, ഒരിക്കൽ നജീബ് സ്നേഹിച്ചിരുന്ന പെൺകുട്ടി. അവൾ ആയിഷയോട് മെല്ലെ പറഞ്ഞു, അവനെ നീ കൂടുതൽ വിശ്വസിക്കരുത്, നീയും ഒരിക്കൽ എന്നെപ്പോലെ ആകും. ആ വാക്കുകൾ ആയിഷയുടെ മനസ്സിൽ കുടുങ്ങി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്തു. സുബൈറിന്റെ മെസ്സേജ്, മോനെ ഒന്ന് വീഡിയോ കോൾ ചെയ്യോ, അവൻ കരയുകയാണ്. ആയിഷ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ ഒരുങ്ങി. കോൾ ചെയ്യാം, പക്ഷേ മെസ്സേജ് അയക്കുന്നതിന് മുന്നേ ഫോണ് ഓഫ് ചെയ്തു. ഒരു ദിവസം നജീബ് അവളോട് ചോദിച്ചു, നിനക്കെന്റെ വീട്ടിലേക്ക് താമസം മാറിക്കൂടെ? ആയിഷ തല താഴ്ത്തി, എന്റെ കല്യാണം കഴിഞ്ഞതാണ്. എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിയുന്നുണ്ട്, പക്ഷേ നിന്റെ ഹൃദയത്തിൽ നിനക്ക് എന്താ വേണ്ടേ? അതാണ് നീ നോക്കേണ്ടത്, നജീബ് പറഞ്ഞു. അവൾ ഒരു ദീർഘശ്വാസം എടുത്തു. തന്റെ പഴയ കാലം അകറ്റാൻ ശ്രമിച്ചു. അടുത്ത ദിവസം തന്നെ അവൾ അവന്റെ വീട്ടിലേക്ക് മാറി. ഇതേ സമയം നാട്ടിൽ ആളുകൾ പിറുപിറുക്കാൻ തുടങ്ങി. ഒരു സുഹൃത്ത് സുബൈറിനോട് ചോദിച്ചു, ആയിഷക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ ചോദ്യം സുബൈറിന്റെ മനസ്സിനെ തകർത്തു. ആ രാത്രി അയാൾ ഫോൺ എടുത്തു, ഡയൽ ചെയ്തു. പക്ഷേ ആയിഷ ഫോൺ എടുത്തില്ല. അയാൾ പൊട്ടിക്കരഞ്ഞു. അവൻ ആദ്യമായി മനസ്സിൽ സമ്മതിച്ചു, എന്റെ ഭാര്യ എന്നിൽ നിന്ന് ദൂരെയായിരിക്കുന്നു. നജീബിന്റെ വീട്ടിലേക്ക് മാറിയ ആദ്യ ദിവസങ്ങളിൽ എല്ലാം സുഖകരമാണെന്ന് തോന്നി. വിശാലമായ ഫ്ലാറ്റ്, ആഡംബര ഫർണിച്ചർ, ഭക്ഷണം ഉണ്ടാക്കിത്തരാൻ സെർവന്റ്, എല്ലാം ഒരു പുതിയ ജീവിതമാണെന്നുള്ള തോന്നൽ. ഇവിടെ നിന്നെ ആരും വേദനിപ്പിക്കില്ല, നജീബ് ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. പക്ഷേ ആ ആഡംബരത്തിനു പിന്നിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായി. ഡ്രസ്സിങ്ങിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത വസ്ത്രങ്ങൾ വാങ്ങി അവൻ അവളോട് ഇടാൻ പറഞ്ഞു. നീ ഈ ഡ്രസ്സുകളൊക്കെ ഇട്ടാൽ നല്ല സുന്ദരിയാകും. അവൾ സമ്മതിച്ചു. സുഹൃത്തുക്കളുമായി പുറത്തു പോകൽ കുറച്ചു. നിനക്ക് പുറത്തു പോകണമെങ്കിൽ എന്നെ മാത്രം വിളിച്ചാൽ മതി, ഞാൻ വരാം. അവൾ അത് കരുതലാണെന്ന് മനസ്സിൽ പറഞ്ഞെങ്കിലും നിയന്ത്രണത്തിന്റെ നിഴൽ അവൾക്ക് അനുഭവപ്പെട്ടു. ഒരു രാത്രി ഓഫീസിൽ ഓവർ ടൈം കാരണം ആയിഷ ഫ്ലാറ്റിലേക്ക് വരാൻ വൈകി. ഞാൻ നിന്നെ കുറെ വിളിച്ചല്ലോ, എന്താ എടുക്കാത്തത്? ആയിഷ വിറച്ചു നിൽക്കുകയായിരുന്നു. ജോലിയിലായിരുന്നു. സത്യമാണോ? അവന്റെ കണ്ണുകളിൽ സംശയം നിറഞ്ഞിരുന്നു. ആയിഷയുടെ മനസ്സിൽ സുബൈറിന്റെ ശബ്ദം തിരിച്ചു വന്നു, ഓ ബിസിയാണെങ്കിൽ പിന്നെ സംസാരിക്കാം, നീ ശ്രദ്ധിക്ക്. ആ വാക്കുകൾ അവളുടെ നെഞ്ചിൽ കത്തി പോലെ കുത്തിക്കയറി. തുടർന്നുള്ള ദിവസങ്ങളിൽ നജീബിന്റെ സമീപനം കൂടുതൽ മാറി. വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവൻ അവളോട് ഫോണിന്റെ ശബ്ദം കൂട്ടിവെക്കാൻ ആവശ്യപ്പെട്ടു. ഒരു രാത്രി അവൾ മേശപ്പുറത്ത് വെച്ചിരുന്ന പാസ്പോർട്ട് കാണാനില്ല. അവൾ നജീബിനോട് ചോദിച്ചു, എന്റെ പാസ്പോർട്ട് എവിടെ? അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, സുരക്ഷിതമാണ്. അതൊരു തടവാണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ അധികം സമയം വേണ്ടിയിരുന്നില്ല. അടുത്ത ദിവസം ഓഫീസ് വൃത്തിയാക്കുന്ന സ്റ്റാഫ് അവളോട് മെല്ലെ പറഞ്ഞു, നജീബിനെ വിശ്വസിക്കരുത്, അവൻ ഇതേപോലെ പല സ്ത്രീകളെയും കുടുക്കിയിട്ടുണ്ട്. ആയിഷക്ക് പേടി കുടുങ്ങി. രാത്രിയിൽ അവൾ ബാത്റൂമിൽ നിന്ന് കരഞ്ഞു. ഒരാളുടെ സ്നേഹത്തിന്റെ പേരിൽ കുടുംബത്തെ അവൾ അകറ്റി നിർത്തി. ഇപ്പോൾ കടന്നുകിട്ടിയത് ആശ്രയം എന്ന പേരിലുള്ള ബന്ധനം. ഫോൺ സൈലന്റായി റിങ് ചെയ്തു. ഒരു മിസ്ഡ് കോൾ. സുബൈർ. ആയിഷ കണ്ണടച്ചിരുന്നു. അവളുടെ ഉള്ളിലെ ശബ്ദം വിളിച്ചു പറഞ്ഞു, നീ ഒരു തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കാതെ പോയാൽ തെറ്റായി തുടരും. ആ രാത്രി ആയിഷ ഉറങ്ങിയില്ല.
ഒരു ദിവസം ആയിഷയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, നീ നജീബിനോടൊപ്പം കൂടിയതിനു ശേഷം വളരെയധികം മാറിയിരിക്കുന്നു. നീ വലിയൊരു ചതിയിലാണ് പെട്ടിരിക്കുന്നത്. നീ വരുന്നതിന് മുന്നേ ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളും ഇതേപോലെ ചതി പറ്റിയിട്ടാണ് പോയത്. സൂക്ഷിക്കുക. അതോടെ അവളൊരു തീരുമാനമെടുത്തു. തന്റെ ജീവിതം ഒരാളുടെ നിയന്ത്രണത്തിന് വിടാൻ ഇനി തയ്യാറല്ല. വീട്ടിൽ എത്തിയതിനു ശേഷം അവൾ പറഞ്ഞു, എനിക്കെന്റെ പാസ്പോർട്ട് വേണം. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നജീബ് ചിരിച്ചു. നിനക്ക് പോകാൻ പറ്റില്ല. എനിക്കൊരു ഭർത്താവും മകനുമുണ്ട്, ആയിഷ നിലവിളിച്ചു. അതിനെന്താ, എനിക്കതൊന്നും പ്രശ്നമല്ല, അവൻ പറഞ്ഞു. അവൾ റൂമിലേക്ക് പോയി കരഞ്ഞു. അവൾ ആ നിമിഷം തീരുമാനിച്ചു, ഞാൻ എന്റെ കുടുംബത്തിനോട് ചെയ്തത് തെറ്റായിരുന്നു. എന്നാൽ ഇനിയും തിരിച്ചു പോകാൻ എനിക്ക് അവസരമുണ്ട്. അടുത്ത ദിവസം ഓഫീസിൽ HR-നെ കണ്ടു. നിങ്ങൾക്ക് ഇവിടെ നിന്നും മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിയമപരമായി ഞങ്ങൾ സഹായിക്കും. ആയിഷ ഒരു ദീർഘശ്വാസം വിട്ടു. ഇതേ സമയം കേരളത്തിൽ തുടർച്ചയായ ആശങ്ക സുബൈറിനെ തകർത്തിരുന്നു. വീട്ടുകാർ, അയൽക്കാർ, സുഹൃത്തുക്കൾ എല്ലാവരുടെയും ഒരേ ചോദ്യം, ആയിഷക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സുബൈറിന് മറുപടിയൊന്നും ഇല്ല. ഒരു രാത്രി അവന്റെ ഒരു സുഹൃത്ത് ദുബായിൽ നിന്നും അവന് മെസ്സേജ് അയച്ചു. ഞാൻ ആയിഷയെ കണ്ടു. അവൾ മറ്റൊരാളോടൊപ്പം ജീവിക്കുന്നുവെന്ന് ആളുകൾ പറയുന്നു. എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ അവളെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് മാറ്റമുണ്ട്. ആ മെസ്സേജ് കേട്ട നിമിഷം സുബൈറിന്റെ ഉള്ളിൽ എന്തോ തകർന്നു. ആ രാത്രി അയാൾ മണിക്കൂറോളം പൊട്ടിക്കരഞ്ഞു. അവൻ മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തു. അവൻ മകനു വേണ്ടി ഒറ്റയ്ക്ക് ജീവിക്കാൻ തയ്യാറായി. ദുബായിൽ HR സഹായത്തോടെ ആയിഷ ലീഗൽ ട്രാൻസ്ഫർ നടപടികൾ ആരംഭിച്ചു. ഓർമ്മകളും ചിത്രങ്ങളും സ്യൂട്ട്കേസിൽ പാക്ക് ചെയ്യുമ്പോൾ അവൾ മനസ്സിലാക്കി, ഒരു വലിയ തെറ്റാണ് അവൾ ചെയ്തതെന്ന്. അവൾ നജീബിനോട് പറഞ്ഞില്ല. പാസ്പോർട്ട് HR-ന്റെ സഹായം മുഖേന കിട്ടി. അവൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. പോകുന്ന ദിവസം നജീബ് അറിഞ്ഞു, നീ എന്നെ വഞ്ചിച്ചു. ഞാൻ എന്റെ കുടുംബത്തിന്റെ അടുത്തേക്കാണ് തിരിച്ചു പോകുന്നത്. അവൻ ഒരിക്കലും നിന്നെ സ്വീകരിക്കില്ല. ഞാൻ ശ്രമിക്കും, അതെന്റെ കടമയാണ്. നജീബ് ദേഷ്യത്തിൽ വാതിലടച്ചു. വിമാനത്തിലിരിക്കുമ്പോൾ ആയിഷയുടെ കണ്ണുകൾ നിറഞ്ഞു. ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച സ്ത്രീ എന്ന വെറും പേരിൽ വീണ്ടും എത്തുന്നു. വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ സുബൈറില്ല. ഒരു പരിചയക്കാരനുമില്ല. അവൾ ടാക്സി വിളിച്ചു. വീട്ടിലെത്തുമ്പോൾ മകൻ ഓടി വരും എന്നായിരുന്നു അവൾ വിചാരിച്ചത്. പക്ഷേ വാതിൽ പൂട്ടിയിരിക്കുന്നു. അവൾ വാതിലിൽ തട്ടി. സുബൈർ പതുക്കെ വാതിൽ തുറന്നു. അവളെ നോക്കി. അവനൊന്നും മിണ്ടിയില്ല. അകത്തേക്ക് തിരിച്ചുപോയി. അതവളെ തകർത്തു. രാത്രി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റി, എനിക്ക് മാപ്പ് തരൂ. സുബൈർ നോക്കി. കണ്ണുകളിൽ വേർപാടിന്റെ തീവ്രത. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? എനിക്കൊരു അവസരം തരൂ പ്ലീസ്. നമ്മളുടെ മകന് വേണ്ടി മാത്രം ഞാൻ നിനക്കൊരു അവസരം തരാം. അവൾക്ക് ഒരു വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല. മകൻ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു. അവളെ കണ്ടു. ഉമ്മ. അവനെ ചേർത്തു പിടിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ തിരിച്ചറിഞ്ഞു, അവളുടെ തെറ്റിന് അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ ഇതായിരുന്നു എന്ന്.